ഉറങ്ങിക്കൊണ്ടിരുന്ന സിംഹത്തിന്റെ ദേഹത്തേക്ക് എന്തോ ഒരു സാധനം വീണതായി തോന്നി അവൻ ഉറക്കമുണർന്നു. ഒരെലിയായിരുന്നു അബദ്ധത്തിൽ സിംഹത്തിന്റെ ദേഹത്തേക്ക് വീണത്. നിദ്രാഭംഗം മൂലം ക്ഷുഭിതനായ സിംഹം എലിയെ ഞെക്കിക്കൊല്ലാനൊരുങ്ങി. പ്രാണരക്ഷാർത്ഥം മൂഷികൻ കേണു. രാജൻ, കനിവുണ്ടാകണം, എന്നെ കൊല്ലരുതേ, എന്നെങ്കിലും എന്നെക്കൊണ്ട് അങ്ങേക്ക് പ്രയോജനമുണ്ടാവും. ഇത് കേട്ട് സിംഹം പൊട്ടിച്ചിരിച്ചു. എങ്കിലും ദയ തോന്നി എലിയെ വെറുതെ വിട്ടു. നാളുകൾ കഴിഞ്ഞപ്പോൾ ഒരു ദിവസം സിംഹം ഒരു വേടന്റെ വലയിൽപ്പെട്ടു. വലയിൽ കിടന്ന് പ്രാണഭയത്താൽ അലറിയ സിംഹത്തിന്റെ കരച്ചിൽ അടുത്തുള്ള എലി കേൾക്കാനിടയായി. ഉടൻ തന്നെ അവൻ സിംഹത്തിന്റെ അടുത്തെത്തി. ഏറെ അധ്വാനത്തിന് ശേഷം വലയുടെ കണ്ണികളെല്ലാം കടിച്ചു മുറിച്ചു സിംഹത്തെ മോചിപ്പിച്ചു. എന്നിട്ട് അവൻ സിംഹത്തോടായി പറഞ്ഞു, എന്നെക്കൊണ്ട് ഉപകാരമുണ്ടാകുമെന്ന് ഞാൻ പണ്ടു പറഞ്ഞപ്പോൾ അങ്ങ് പരിഹസിക്കുകയായിരുന്നല്ലോ. ഇപ്പോൾ താങ്കൾക്ക് പ്രത്യുപകാരം ചെയ്യാൻ നിസ്സാരനായ എനിക്ക് സാധിച്ചിരിക്കുന്നു.